മുത്തെന്തായി നോക്കുന്നേ? പുതിയ പൂച്ചേനാണോ? മോനെ ഇടാ, അവൻ കുരയ്ക്കുന്നോ? അവൻ ബഹളം ഉണ്ടാക്കുന്നോ? അവൻ പാവാണടാ, ഒന്നും ചെയ്യില്ല. ഇത് ഇവിടുത്തെ അല്ല കേട്ടോ, ഇവൻ എവിടുന്നോ വന്നതാ. ഞാനിവിടെ ഇല്ലായിരുന്നു. ഒരു ദിവസം എന്തോ കടിച്ചിട്ട് നല്ല മുറിവ് പറ്റിയിട്ട് അവൻ ഇവിടെ കിടക്കുന്നുണ്ട്. അവൻ്റെ കുറേ ഭാഗത്തൊന്നും രോമമില്ല, ഒരു രോമമില്ല, വെറും ഇറച്ചി കഷ്ണം മാത്രമായിട്ട് കണ്ടു. അപ്പം ഞാനിതിനെ കോഴിക്കോടിൻ്റെ മുകളിലെടുത്ത് വെച്ച് നനയാതെ കഴിച്ച് ഇരുത്തി സംരക്ഷിച്ച് കൊണ്ടുവന്നതാണ്. മുത്തേ മിണ്ടല്ലടാ, അവൻ പാവോടാ, അവൻ പാവം, അവന് വയ്യാത്തല്ലേ? മുത്ത് മിണ്ടായില്ലേ? പോട്ടെ കേട്ടെ, അവൻ ഇവിടെ നിന്നോട്ടെ, അവന് സുഖമാവും വരെ അവൻ നിന്നോട്ടെ. എന്നിട്ട് അവനെ നമുക്ക് അവൻ്റെ വീട്ടിൽ കൊണ്ടാക്കാം കേട്ടാ. അവനിവിടെ നിർത്തൂല, അമ്മ ഇവിടെ നിർത്തൂല, നമ്മളല്ല അത് കേട്ടാ. നിനക്കിവിടെ ഒരു ബുദ്ധിമുട്ടും വരില്ല കേട്ടോ അവണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടാ. അവിടെ കിടന്നോട്ടെ. എടേ നീ എന്നേടേ അവനെ കണ്ട് മുറിവേണ? ഇത് അവൻ്റെ വീടാണ്, അത് അടുത്ത സാധനം. മോനെ മിണ്ടാക്ക്, മുത്ത് മിണ്ടായില്ലേ? മിണ്ടായില്ല കേട്ടാ. അത് അടുത്തത് വന്ന് എടേ നിന്നെ നീ തന്നെ കാത്തോ ഈ കിങ്കരന്മാരുടെ ഇടയിൽ നിന്ന് കേട്ടാ. എനിക്കാവൂല നിങ്ങളെ നടുക്കോ നടന്ന് അടി ഉണ്ടാക്കുന്നിടത്ത് ഉണ്ടാക്കാനായിട്ട്. അതാ തൊട്ടൊക്കെ നോക്കണം ഒരുത്തൻ. അവനെൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് പുണ്ണൊക്കെയായി പഴുത്ത് ഒലിച്ച് ചോരയും പുണ്ണുമൊക്കെ ആയിട്ട് വല്ലാത്തൊരു കഷ്ടപ്പാടിലായിരുന്നു. ഇവന്മാരൊന്നും കാണാതെ ഞാൻ ഒളിപ്പിച്ച് വെച്ച് സംരക്ഷിച്ച് പോന്നതാ അവനെ. അതിൽ കയറി കിടന്നല്ലേ ഈ പുണ്ണൊക്കെ വെച്ചും കൊണ്ട്. അമ്മ വെറുതെ പറഞ്ഞതാ മോനെ, വെറുതെ ചോദിച്ചതാ, അവനെ സന്തോഷിപ്പിക്കാൻ ചോദിച്ചതാ. മോൻ കിടന്നോ കേട്ടാ, അമ്മയുടെ പൊന്ന് സുഖമായിട്ട് പോയാൽ മതി കേട്ടാ. നിൻ്റെ വാല് നീ ഒതുക്കി വെച്ചോ. അടിയിലിരുന്നിട്ടൊരു വേതാളം നല്ല പണിയെടുക്കുന്നുണ്ട്. നിൻ്റെ വാലിനെ പിടിച്ച് വലിക്കും. ഞാൻ ഉത്തരവാദിയല്ല കേട്ടാ. വാലിനെ പിടിച്ച് വലിച്ചാ പോട്ടെ. വാലങ്ങോട്ട് വെച്ചോ, നീ അവനെ വെച്ചു കൊടുത്തിട്ടല്ലേ. വിക്രമായിന് ഇവിടെ അവിടുന്ന് അത് വയ്യാത്ത എടാ. വിക്രമൻ അത്ര മോശമൊന്നുമല്ല കേട്ടാ. വിക്രമൻ അടിയിൽ നിന്ന് ഇരുന്നിട്ട് നല്ല പണിയെടുക്കുന്നുണ്ട് കേട്ടാ. എൻ്റെ വാലിനെയൊക്കെ അത് വലിച്ചെന്ന് പിടിച്ച് കഷ്ണമാക്കും. ആവശ്യമുണ്ടെങ്കിൽ നീ അതിനെ എടുത്ത് വെച്ചോ, അല്ലെങ്കിൽ ഇന്ന് കടിച്ച് കഷ്ണമാക്കി എൻ്റെ കൈ തരും. നോക്ക്, അടിയിരിക്കുന്നുണ്ട് കണ്ടാ. എൻ്റെ അടിയിലിരുന്ന് അവൻ നല്ല പണിയെടുക്കുന്നുണ്ട് കേട്ടോ. നീ ആ വേദനയുടെ കൂടെ ഇവൻ്റെ മാന്തും കൂടെ സഹിക്കേണ്ടി വരും. പറഞ്ഞാൽ കേട്ടാ നിനക്ക് കൊള്ളാം. രാജാവേ സുഖായാൽ പൊക്കോളണം കേട്ടാ ഇവിടുന്ന്. കേട്ടാ, ദൗമാരെ വീടാണ്, നിൻ്റെ വീട്ടിൽ പോണേ നീ കേട്ടാ. ഈ അവസ്ഥയിൽ എൻ്റെ ഉടമസ്ഥ നിന്നെ കളഞ്ഞല്ലോ. എന്താണ് മുത്തേ? ഇന്ന് മുഴുവൻ ഈ മുത്തുമണി കുരച്ചും ബഹളം വെച്ചുകൊണ്ടിരിക്കും. മറ്റേയും പിച്ചിയും മാന്തിയും. ഇന്നെങ്ങനെ നേരം വെളുപ്പിക്കുമെന്ന് ദൈവത്തിനറിയാം. ഇന്നിവിടെ ആരും കിടന്നുറങ്ങുകയുമില്ല. എമ്മാതിരി ബഹളമാണ് ഇവന്മാർ നടത്തണത് ആ പാവത്തിൻ്റെ കൂടി. നിങ്ങളിങ്ങനെ ബഹളം വയ്ക്കണ്ട കേട്ടോ, അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. അവനും കൂടെ നിങ്ങളെ കൂടെ കൂട്ടുക, എനിക്കതേ പറയാനുള്ളൂ കേട്ടാ. അടിച്ച് വലിച്ചോ നല്ലോണം പാവത്തിൻ്റെ വാലിനെ കേട്ടാ. അവന് ദേഷ്യം വരുമ്പോഴും നിനക്കൊരെണ്ണം കിട്ടും, അപ്പോഴും നീ പഠിക്കും. നിനക്കാണെങ്കിൽ ആരെയും പേടിയില്ല, അവ അതാ നോക്കുന്നുണ്ട് കേട്ടോ. വാല് നല്ല ആട്ടുന്നുമുണ്ട്. അവ എല്ലാം ചെയ്തു തരികയും ചെയ്യും, നിനക്ക് തരുകയും ചെയ്യും. കിട്ടും, വാങ്ങിച്ചോ. ദേഷ്യം വരുന്ന് കൊടു, അത് തന്നെ കൊടുക്ക്. അതാണ് നിന്നെ നീ തന്നെ കാത്തോ. അല്ലാതെ ഇവിടെ ആർക്കും നേരം വരില്ല. യുദ്ധം പാവം പോലെ ഇരിക്കാതെ കൊടുക്ക്. മതിയാ, തീരെ പാവമായിട്ട് ഇവനൊക്കെ കയറി. ഇവന് ഞാനൊരു പേരിട്ട് കേട്ടാ, പുരുഷു. മുന്നിലത്തെ 2 കൈ മാത്രം വെച്ചിട്ട് ബാക്ക് ഫുള്ള് ഇഴഞ്ഞിട്ടാണ് വരിക. ഇതിൻ്റെ അകത്തൂടി ഇങ്ങനെ ഇഴഞ്ഞിട്ടാണ് നടക്കുക. അങ്ങനെ അവിടെ ഇഴഞ്ഞ് കണ്ടിട്ടാണ് ഞാനെടുത്ത് വീട്ടിനകത്ത് കൊണ്ടുവച്ചത്. ആരതോ എന്തോ എന്തായാലും വേണ്ടില്ല, അതൊരു ജീവിയല്ലേ, നമുക്കൊരു വൃത്തിയും നോട്ടെ. അപ്പോൾ മുന്നിലെ 2 കൈയും വെച്ചിങ്ങനെ ബാക്കിലെ 2 കാലും വാലും ബാക്കിലേക്ക് കിടക്കൂലേ, അങ്ങനെ കിടക്കുമായിരുന്നു.